ജീവൻ നൽകുവാണെന്ന് യേശു പറഞ്ഞ് സമൃദ്ധിയായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം. ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതിലധികമായ കഷ്ടമാണ് ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ. മാതാപിതാക്കന്മാരെ അനാഥാരങ്ങൾ ഉപേക്ഷിക്കുന്ന, വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ഇതിനെ പല പേരുകൾ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ വ്യക്തമായി ബൈബിൾ പറയുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. കാരണം അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സസ്നേഹികളും ദ്രവ്യാഗ്നികളുമായി മാറുമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനയൊക്കെ ഉണ്ടാകുന്നെന്നുള്ള തിരുവചനം വ്യക്തമായി പറയുന്നു. അപ്പൊ നിത്യമായൊരു ജീവിതം നമ്മെ കാത്തു നിൽക്കുമ്പോൾ ആ ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുകയാണ്. എല്ലാ മനുഷ്യരും അറിയാം താൻ പാപിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താൻ അതുപരമായി ചെയ്ത സകല പാപവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.